വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ വിചാരിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇന്നൊരു 3 ബിൽഡും കാര്യങ്ങളും പണിതു. അതിൽ ഒരെണ്ണം പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. 3 പണിതുക. 1 ബിൽഡല്ല, 1 പാലാണ് ഗൈസ്, പാലം. 3 ബിൽഡാണ് പണിത്. പിന്നെ 1 സീക്രട്ടാണ്. അത് ഞാൻ പണിയാന്ന് പറഞ്ഞായിരുന്നു ഒരു വീഡിയോയിൽ. ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മൾ ആ സാധനം കാണിച്ചു തരാം. നമുക്ക് എന്താ സാധനം എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിണ്ട, ഇങ്ങനെ കാണിച്ചത് ഗൈസ്. ഞാനത് കണ്ടുപോയി ഗൈസ്. ഞാൻ ഡീഷൊക്കെ എടുത്ത് കുറേ സ്ഥലത്തോട്ട് പോയി. എന്തിനാ എടാ ഈ അമ്മ ഈ ഗ്രാസെല്ലാം നിർക്കുമോ? കുറേ സ്ഥലത്ത് പോയി. പിന്നെ ഇവിടെ നമുക്ക് ഇടാൻ ഇനിയും ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അതിൽ പിന്നെ നമ്മൾ സ്കൂളും കാര്യങ്ങളും വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ എന്നിട്ട് പണിയാൻ വിചാരിച്ച് നമുക്ക് പണിയായി. ഇതിൻ്റെ പകുതി ഞങ്ങൾക്ക് പണിതാലോ. നമുക്കിപ്പോൾ എന്തായാലും ഇത് ഫുൾ അങ്ങ് പണിതേക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഫുള്ള് പണിയാണെങ്കിൽ പണിയാം, അല്ലെങ്കിൽ പകുതി പണിയാണെങ്കിൽ പകുതി പണിയാം. കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു ലൈക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തേക്ക്. വല്ല കുഴപ്പമൊന്നുമില്ല അല്ല ചെയ്യുന്നതിന്. പൈസ ഒന്നും നഷ്ടപ്പെടുത്തില്ല. വെറും സബ് പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നിങ്ങളും കാലം പ്ലീസ് ഒന്ന് സബ് ചെയ്യുക ഗൈസ്. എൻ്റെ ചാനൽ ആകെ 20 സബ്ബായിട്ടേ ഉള്ളൂ. നിങ്ങളിനിയും ചെയ്യും. എന്ത് ചെയ്യാനാ? ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഫെബ്രുവരി 10-നാണ് ഗൈസ്. ഇപ്പം ജൂലൈ 13 തോന്നുന്നു. ജൂലൈ 13 എന്നിട്ട് എനിക്ക് ആകെപ്പാട് 20 സബ്സ്ക്രൈബർ ആയിട്ടേ ഉള്ളൂ. ഒന്ന് സബ് ചെയ്യുക ഗൈസ്. നമുക്കൊന്നും സബ്ബേ കിട്ടുന്നില്ല. നമ്മൾ കഴിയാനായി. നമുക്ക് അടി പണിയണം, റൂഫും പണിയണം. കുറേ ടൈം എടുക്കുന്ന കാര്യം തന്നെയാണ് വെച്ചത്. നിങ്ങളായിരിക്കും ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ റൂഫ് ഇതെന്തായാലും പണിയുന്നത്. ഇത് വെച്ചിട്ടായിരിക്കൂല. ഇഷ്ടിക ബ്ലോക്കും വെച്ചിട്ടായിരിക്കത്തില്ല. ഇതിന് പേരുന്ന ബ്രിക്ക് ബ്ലോക്സും വെച്ചിട്ടായിരിക്കത്തില്ല. പ്ലാങ്ക് വെച്ചിട്ടാണ് മീൻസ് അടിയും മണ്ടയും പ്ലാങ്ക് വെച്ചിട്ട് പണിതാ പോയി. എല്ലാവരും വെയിറ്റ് ചെയ്ത് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. അത് കിട്ടിയിരുന്നത് നല്ലതാണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇവിടെ വെക്കുക. നമ്മൾ ഈ ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ ഒന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചാൽ അപ്പോൾ ഇങ്ങനത്തെ സ്ലാബ് ഇട്ടാ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനത്തെ ഒരു സ്ലാബ്. നല്ലതാട്ടോ ഇങ്ങനെ ഒരു സ്ലാബൊക്കെ വെച്ചിട്ട്. പിന്നെ 3-ാം ബിൽഡ് ഇതൊരു ചെറിയ പാലം പണിതു. പിന്നെ വാമ് ഇതൊന്ന് വെറുതെ ഒരു സാധനത്തിൽ പണിതയാണ്. പിന്നെ ബോറടിക്കാൻ ബാക്ക് പോയി. എന്നാലും സ്കൂൾ ഞാൻ കിഡിലാക്കും ഗൈസ്. സ്കൂൾ ഞാൻ ഇജാതി സ്കൂളാക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ ബ്രിക്കിൻ്റെ സ്ലാബ് ആണ്. ബ്രിക്സ് സ്ലാബ് എന്നാ പേര്. നമ്മളെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ ടൈം ലാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഡേയ്സ് പനി നമ്മളിപ്പോൾ 3 ഇത് പാടുമായിരുന്നു. ഇനിയും കുറച്ചുണ്ട് ഗൈസ്. കുറേ ഉണ്ടാവും. എന്നാലും നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലേ, അതേപോലെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്തു. പക്ഷെ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കും. ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കത്തില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ഫംഗ്ഷൻ ഗൈസ്.
ഓഫായാൽ ക്ഷമിക്കുക. എൻ്റെ കുഴപ്പമില്ലല്ലോ, ക്യാമറേൻ്റെ കുഴപ്പമില്ലേ. എപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ഒന്നും ഇല്ലാത്തത്. എന്നാലും നിങ്ങൾക്ക് ലൈക്ക് സബ് ചെയ്യുന്നതിൽ ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതങ്ങ് ചെയ്തൂടെ. ഞങ്ങൾക്കൊരു ചലഞ്ച് തരാം ഗൈസ്. ഞാനിപ്പം ടോട്ടലി എത്ര ബിൽഡ് പണിതെന്ന് നിങ്ങൾ ഇത് കൂട്ടണ്ട. ഈ 3 ബിൽഡും നിങ്ങൾ കൂട്ടണ്ട. എന്നാൽ നിങ്ങൾ ഈ 3 ബിൽഡ് കൂടി കൂട്ടിക്കോ. പറക്ക് എന്നിട്ട് ഞാൻ ഒന്ന് ഇതാക്കി കാണിച്ചു തരാം. എത്ര ബിൽഡുകൾ ഞാൻ പണിതു ഞാൻ പറയുന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പം അത് നൈറ്റായി വണ്ടാലിപ്പോൾ ബെഡുണ്ട് ഇപ്പോൾ. ഓപ്പൺ ചാറ്റ് ആൻഡ് ഇതെടുത്തിട്ട് നമുക്ക് ടൈം എടുക്കാം. പുതിയ കാര്യങ്ങളുണ്ട്. എന്താ ടൈം എടുത്തിട്ട് നമുക്ക് മിഡ് നൈറ്റ് ആക്കാം. മിഡ് നൈറ്റ് ആക്കി നമുക്ക് രാവിലെ ആക്കണേ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചാറ്റ് എടുക്കണം ഗൈസ്. ഉറങ്ങാൻ ചാറ്റ് എടുക്കുക, ഇതെടുക്കുക, ടൈം ഇടുക. നമ്മൾ എടുത്ത ടൈം തന്നെ ഡേ ആയിരുന്നു ഗൈസ്. ആ പോയിക്കോളും, നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. ആ പോയിക്കോളും ഗൈസ്. അയ്യോ ബ്ലോക്കല്ല. ഈ കുരങ്ങന്മാർക്കെല്ലാം ഞാൻ ഇവിടെ ഒരു മതിൽ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ ഇവിടെ മതിൽ കെട്ടണോ വേണ്ടയോ? മതിൽ കെട്ടുവാണെങ്കിൽ നമുക്ക് പിന്നെ ബിൽഡൊന്നും പണിയാൻ പറ്റില്ല. ആകെ കുറച്ച് ബിൽഡേ, ഇത്ര വരെ ബിൽഡേ പറ്റിയോ. എൻ്റെ അഭിപ്രായത്തിൽ മതിൽ പണിയണ്ട. ഇവന്മാർ ഇവിടുന്ന് ഓടി കളിച്ചോട്ടെ. ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും ഈ ഗെയിം ഡിലീറ്റ് ചെയ്യും. എന്താ വെച്ചാൽ 1 2 3 4 5 6 7 ശരി ഗൈസ്, കുണ്ടിൽ പോയി. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവരും എൻ്റെ സെക്കൻഡ് ചാനലും കൂടി ഒന്ന് സബ് ചെയ്യുക ഗൈസ്. അതിലാണെങ്കിൽ ഒരു തുള്ളി സബ്, ഒരു 2 സബ് പോലും ഇല്ല ഗൈസ്. 6 വ്യൂ ആണുള്ളൂ. എന്നാൽ നിങ്ങൾ പോയി സബൊക്കെ ചെയ്യ്. നല്ല കാര്യമല്ലേ, സബ് ചെയ്താൽ നമുക്ക് കിട്ടില്ലല്ലോ. ഞാൻ ഒരു ചാലഞ്ചും കൂടി തരാം. നിങ്ങളില്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എത്ര ബിൽഡ് ഉണ്ടാക്കി എന്നുള്ള അത് നിങ്ങൾ വിട്ടങ്ങോട്ട് കാളെ. പകരം ഇപ്പോഴത്തെ എന്താ ചലഞ്ച് എന്ന് വെച്ചാൽ എന്താ തരാൻ, എൻ്റെ പഴയ ചാനൽ ഉണ്ടാവുമല്ലോ. ഏത് മറ്റേ അത് ഞാൻ നഷ്ടപ്പെട്ട ചാനലില്ലേ, ഫ്രീ ഫയർ. ഫസ്റ്റ് ഫ്രീ ഫയർ, ബാക്കി എന്താ ഞാൻ പറയില്ല. നിങ്ങൾ ഫ്രീ ഫയർ ടീ ആണ് അടുത്ത് വരിക. എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് പറ, എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ നെയിം എന്തായിരുന്നു? അങ്ങനെ ഒരു ചാനൽ ചെയ്യാൻ വേറൊന്നുമല്ല, എനിക്ക് ഓർമ്മയില്ലേ ചാനലിൻ്റെ പേരെന്താണ്. ഫ്രീ ഫയർ പിന്നെ ടീ അങ്ങാണ്ട് എനിക്ക് ഓർമ്മയുള്ളൂ. എന്നൊരു പേര് കിട്ടിപ്പോയി. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നാലും ഞാൻ പറയത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളെന്തായാലും ഇവിടെ ബിൽഡിങ് ചെയ്യുമ്പോൾ നമ്മളെ മറ്റേ ഓൻ്റെ പേരെന്താ എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അവൻ്റെ പേരും കാര്യങ്ങളും കണ്ടുപിടിച്ചു, അവൻ്റെ വീടും കാര്യങ്ങളും എനിക്കറിയാം. കുറേ ദൂരം പോയി. പിന്നെ ഞാൻ എൻ്റെ ഈ സ്ഥലം മറന്നുപോയി ഗൈസ്. പിന്നെ ഇതിൻ്റെ സീഡ് തന്നെ അടിച്ചിട്ടാണ് എനിക്ക് സീഡൊന്നും അറിയില്ല. ഞാൻ കുറേ തവണ ആലോചിച്ചോണ്ട് വന്ന് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിന്. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നോക്കി. ലാസ്റ്റത്തെ നമ്പറൊക്കെ കിട്ടുന്നില്ല.
ഞാൻ 10 വരെ അടിച്ചു നോക്കി, അതിൽ നിന്നാണ് ഈ ഒരു വേൾഡ് കിട്ടാന്ന ഭാഗ്യം. അതന്നെ ഒരു ഭാഗ്യമായി ഇതെല്ലാം. പക്ഷെ നമ്മളില്ലേ ഈ റോൾഡ് ബോട്ടിൽ ഓൾറെഡി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരുമ്പോൾ അത് കത്തിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പൊട്ടിച്ച് വെച്ചേക്കാം. ആവശ്യം വരുമ്പോൾ മാത്രം നെതറിൽ പോയാൽ ഞാൻ എന്തായാലും നെതറിൽ പോകത്തില്ല, വെറുതെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ. നെതറിൽ പോയിട്ട് വേണം എൻ്റെ മറ്റേ പറയാനില്ലേ എൻ്റെ മറ്റേ വേൾഡില്ലേ മറ്റേ വേൾഡ്, ആ വേൾഡ് ഞാൻ നെതറിൽ പോയിട്ട് ചാടി. ആ വേൾഡിനെക്കാട്ടും എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഈ വേൾഡാണ്. കാരണം ഞാൻ എത്രയോ ബിൽഡുകൾ മറന്നു അതിനൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ടോർച്ചാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ കുരങ്ങന്മാർ സോംബികൾ വന്നിട്ട് നമ്മളെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറി അങ്ങ് കളിക്കും. സ്പോണാവും. ടോർച്ചിൻ്റെ പരിപാടി നോക്കാം. ടോർച്ച് കിടക്കുന്നത് നമുക്ക് റോക്കൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ടോർച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുൾ അങ്ങോട്ട് പറ്റിച്ച് വെക്കാം. അപ്പോൾ സ്കൂൾ പണിയുമ്പം നമ്മളെ ടീച്ചറൊക്കെ എഴുതി തരുന്ന ഒരു സാധനമുണ്ട് ഗൈസ്, ബോർഡ്. ആ ബോർഡ് നമ്മൾ എവിടെ വെക്കുമെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് വെക്കും ഗൈസ്. സോറി ഗൈസ്, ഇവിടെ ആയിട്ട് ഞാൻ ബോർഡ് വെക്കും. ഇവിടെ ആയിട്ട് പിള്ളേർക്കെല്ലാം കേൾക്കേണ്ട സ്ഥലവും വെക്കും. ഇവിടെ ആയിട്ട് അങ്ങനെയുണ്ട്. ശരിയല്ലേ? പൊട്ടിക്ക് വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചു, നമ്മൾ ഇവിടെ വെച്ചു, പിന്നെ നമ്മൾ ഇവിടെ വെച്ചു. ഓക്കെ ഡൺ ഗൈസ്. നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ച് പോവാം. ഈ ടോർച്ച് വെക്കുമ്പോൾ സോംബികൾ സ്പോൺ ആവുകയാണോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ടോർച്ച് വെച്ചാൽ മറ്റേ സ്പോണറൊക്കെ ഓഫ് ആവുന്നില്ലേ? അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്പോണർ ഇതിൻ്റെ അടിയിലുണ്ടാവും ഗൈസ്. ഞാൻ എൻ്റെ മറ്റേ വീട് വെച്ച് ടോർച്ച് വെക്കുക ഒരു ദിവസം മറന്നുപോയി. ഞാൻ ആ പെയിൻ്റ് അടിച്ച ദിവസമോ 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞത് പെയിൻ്റ് അടിച്ച് തരണോ. പ്ലാൻ കൊണ്ടുണ്ടാക്കിയ ദിവസം, പെയിൻ്റ് ഒന്നും ആവാത്തൊരു ദിവസം. അന്നേരം ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് വിച്ച് ഗൈസ്. വിച്ചിൻ്റെ കളിയാ. ഓക്കെ നമുക്കിനി അടി ഗ്രാസ് ബ്ലോക്ക് വെക്കാം. സോറി പ്ലാങ്ക് വെക്കാം ഗൈസ്. പ്ലാങ്ക് നമ്മളെ കയ്യിലുണ്ടല്ലോ. ഇല്ല, സോറി ഗൈസ്, നമ്മളെ കയ്യിൽ പ്ലാങ്ക് ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്ലാങ്ക് എടുക്കാം. നമ്മൾ ക്രിയേറ്റീവാണ് ഗൈസ്. അപ്പം എന്തൊരു കിടക്കാച്ചി വീഡിയോ ആണ് എന്ന് നിങ്ങൾ കരുതണം ഗൈസ്. നമ്മൾ അടുത്ത നിലവും കൂടി വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാം. ഇനി വെച്ചാൽ ലോങ് ഒന്നും ആവില്ല, എന്നാലും കുറച്ച് ലോങ് ആവും. നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി അങ്ങനെ തീർക്കണ്ട. വലിയൊരു സ്കൂള് കാണുന്നതിന് ഇത് വെറും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഊള സ്കൂളാണ് ഗൈസ്. കണ്ടാൽ തിരിയും ഗൈസ്. ഒരു ഊള സ്കൂള്, ആർക്കും കൊള്ളാത്ത സ്കൂളാണ്. സത്യം പറയാൻ എനിക്കൊരു ഇഷ്ടം പോലെ ആയിക്കില്ല. എനിക്കൊരു മനസ്സിൽ പ്ലാൻ വരെ വന്നിക്കില്ല. എന്നാലും എൻ്റെ ഒരു പ്ലാനായിരുന്നു ഒരു സ്കൂൾ വേണം. ഞാൻ വേണ്ട എൻ്റെ മനസ്സിനോട് കുറേ പറഞ്ഞിനി, മനസ്സ് കേട്ടില്ലായി. അതുകൊണ്ട് ഞാൻ എന്താക്കാനാ, ഞാൻ വീടെടുത്ത് വെച്ചു. അതുപോലെ പറ്റും തോന്നിക്കില്ല വീട് വെക്കുന്നത്. ഇത് വീടാക്കണം അത് സ്കൂളാക്കണം. ഇതൊരു വലിയ എൻചാൻറ്റിങ് വീടാക്കിയാലും. എൻ്റെ രണ്ടാമത്തെ വീടുണ്ടായിരുന്നു ഗൈസ്, അതാണ് ഞാൻ നെതർ പോയിട്ട് കളഞ്ഞത്. രണ്ടാമത്തത്
അന്നേരം എൻ്റെ മനസ്സ് പൊട്ടിയാ. ഞാനും എൻ്റെ മനസ്സ് പൊട്ടിക്കരഞ്ഞു ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ മറ്റേ ഇപ്പം എൻ്റെ കയ്യിലുള്ള വീടിനെക്കാട്ടും ഏറ്റവും വണ്ണം കൂടിയ ഒരു വീടാണ് അത്. അതിനെ ഞാൻ ഇട്ടിട്ട് പോയി ഗൈസ്. ഞാനല്ല, ഞെതറിപ്പോയപ്പോൾ ഞാൻ അതിന് ഇട്ടിട്ട് പോയി. ഇടയ്ക്കുള്ളൊരു പ്രശ്നമാണ് ഗൈസ് ഈ ഫോണ്. എന്താ വെച്ചാൽ ഇടയ്ക്ക് ഞെങ്ങൂല ഗൈസ്. പണ്ടായിരുന്നു ഇവിടെയും കൂടിയും വെക്കാം. ഈ വീഡിയോ എൻ്റെ പേര് കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. ഇതും കൂടി നമുക്ക് പണിതാൽ നമുക്ക് വീഡിയോ എൻ്റെ ഗൈസ്. അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും. നമുക്ക് പേടിയാണ് ഗൈസ്. ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുക വീഡിയോ സബിലേക്കൊന്നും ആരും ചെയ്യൂല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്ന വീഡിയോസ് ഒന്നും ഇടാത്തത്. അല്ലേ ഞാൻ സെക്കൻഡ് പാർട്ട് കുറച്ച് ഇടുന്നു. ഇവന്മാർക്ക് നിൽക്കേണ്ട സ്ഥലമല്ല ഇത്. ഞാൻ 10 ലക്ഷം തമ്മം പറഞ്ഞിന്. ഓനെ കൊന്നപ്പോൾ നീ എവിടെ ഓടിപ്പോന്ന് ഞാൻ എന്താ പറയുക. ഓനെ മാത്രം ഇങ്ങനെ നിൽക്കാതെ തൊള്ളാനുള്ള കേട്ടാ ഇത്. അല്ല ഇന്നെ വെറുതെ ചൊറയാക്കാൻ വരും. നമുക്കെന്താ മതിയാ ഇല്ല. നമുക്കെന്തായാലും ഇവിടെ ഫുൾ വെച്ചിട്ടുണ്ട് വീട്. വീട്ടിൽ നിന്ന് പ്ലാങ്ക് നൈസായി ഗൈസ്. സീനില്ല. നമുക്ക് ഇങ്ങനെ ചാറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഗൈസ് ഇങ്ങനെ ഒരിക്കലും ചാറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ മനസ്സിലായത്. ഇതെനിക്ക് എപ്പോൾ ഉള്ളൊരു ഡൗട്ടാ. ഇതിൽ ഒരിക്കലും ലെഫ്റ്റിൽ ഞെക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും ഇങ്ങോട്ട് പോകും. എന്താ ഞാനും എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ടൈം എടുത്ത് ഡേ ആക്കിയിട്ട് ഇത് കൊടുത്ത് ഞാൻ അങ്ങനെ ഡേ നൈറ്റൊന്നും ആയിട്ടില്ല. ഇതെന്താടാ ഇതെന്താ ഇങ്ങോട്ടൊന്നും പോവാത്ത? ഞാൻ ഇങ്ങനെയാണായിപ്പോയി. ഇങ്ങോട്ടായിപ്പോയി ഗൈസ്. എന്നാലും എനിക്ക് ഇങ്ങനെ വെക്കാൻ എനിക്ക് ഇഷ്ടമൊന്നുമല്ല. എന്നാൽ ഞാൻ ബാക്ക് എടുത്തിട്ട് പോയി ഗൈസ്. എന്നിട്ട് നമ്മളെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ടച്ച് ചെയ്ത് മറ്റേ ലെഫ്റ്റ് മാറ്റി അങ്ങോട്ട് ഇട്ടേക്കാം. നമുക്ക് വേഗം പഠിച്ച വീഡിയോ എൻ്റെ കാര്യം. ഇനി ലോങ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. പ്രശ്നമൊന്നും ആവില്ല, എന്നാലൊരു പ്രശ്നമാവും ഗൈസ്. കുറച്ച് പണിയുണ്ട് ഗൈസ്. പണി ഓക്കെ. നമ്മൾ എന്തായാലും വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇതിൽ വെക്കുന്നത്. എന്നാൽ വേഗം കഴിയുന്നതാണ് കുറേ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത്ര ഇത് പണിതിട്ട് നമ്മൾ ഇവിടം വരെ ഇങ്ങനെ പണിയണം. ഇവിടം വരെ ഇവിടം വരെ ഇങ്ങനെ പണിയണം. ഫുള്ള് കണ്ടാൽ പോരെ. ആ വീഡിയോ കുറച്ച് ഉപകാരം കിട്ടി ഞങ്ങൾക്ക് ഗൈസ്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ വേഗം കഴിയുന്നതാണ് ആ വീഡിയോ പറഞ്ഞത്. എനിക്ക് വേഗം കഴിച്ചില്ല, കുറച്ച് ടൈം എടുക്കും എന്നാണ് എൻ്റെ മനസ്സറിയുന്നത്. ഞാൻ കമ്പ്യൂട്ടറിലാണ് സാധാ ഒരു ഓപ്പോൻ്റെ ഫോണിലാണ്. ഓപ്പോ FK ആണ് ഇതിൻ്റെ പേര്. അധികം സ്മൂത്തൊന്നും അല്ലാത്തൊരു ഫോണാണ്. ഇടയ്ക്ക് ഗ്ലിച്ച് അടിച്ചിട്ട് ഫോണാണ് അങ്ങനത്തില്ലേ.
ഞാൻ ഇതേ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഗെയിം കയറിപ്പോൾ ഫോൺ ഓഫ് ആയി ഗൈസ്. ഞാൻ എനിക്ക് ബുദ്ധിയില്ലേ, ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് മറ്റേ ഓണാക്കുന്ന ബട്ടണില്ല അതിൽ കുറേ നെക്കി ഇത് ഓണാവില്ല. അപ്പം എനിക്കൊരു ഐഡിയ തോന്നി, ഈ ഫോൺ ചാർജ് കുത്തുമ്പോൾ എന്തായാലും ഫോൺ ഓണാവാറില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോൺ അങ്ങനെ ഓണാക്കിയാലോ എന്നൊരു വിചാരം എനിക്ക് വന്നു. അതന്നെ എനിക്കൊരു ടെക്നിക്കായി തോന്നി ഗൈസ്. എന്നിട്ട് ഞാൻ പോയി നോക്കിയേ വർക്കായില്ല. സ്വിച്ച് ഇടാണ്ട് ഏതെങ്കിലും ഫോൺ ചാർജ് ആവൂ ഇല്ലല്ലോ. അതുതന്നെയായിരുന്നു എനിക്കും നടന്നത്. ഞാൻ സ്വിച്ച് ഇട്ടു എന്നിട്ട് നോക്കി, എൻ്റെ മോനെ ഇത് ട്രിക്ക് വർക്കായി. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു ഗൈസ്. ചാർജ് കുത്തി വെക്കുക, എന്തായാലും വർക്കാവും. ഞാൻ പറയുന്നില്ലേ, എനിക്ക് പേടിയായിരുന്നു. എൻ്റെ ഫോണല്ലേ, ഇതെൻ്റെ അമ്മമ്മേൻ്റെ ഫോണാണ് ഗൈസ്. ഇതിലാണ് ഞാൻ എൻ്റെ ചാനലും കാരണം തുടങ്ങിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാരണമുണ്ട് ഗൈസ്. ഇവിടെ എവിടെയാണ് പിക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പോയി സ്മോളായിട്ട് പൊട്ട ചത്തിനെരിങ്ങിയിട്ട് ചാവട്ടെ ഒന്നും കൊള്ളാത്ത വേണ്ട. ഒന്നുമില്ല കണ്ടാരോ, ഇടക്കിടക്കുള്ള പണിയാതാശം. ഓക്കെ, ഇതിങ്ങനെ കഴിഞ്ഞൊന്നും പറയണ്ട, നമുക്കിവിടെ ചേർക്ക വെക്കണം. അതൊക്കെ അടുത്ത വീഡിയോ ചെയ്യും. ഇത്തിരി ലോങ് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. നിങ്ങൾക്ക് ഒച്ച കേൾക്കുന്നുണ്ടാവും, അപ്പം ഞാൻ പറയണമെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. എൻ്റെ പുരി ഇത്രയേറെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒച്ച കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോറി ഗൈസ്, നോട്ട് മൈ പ്രോബ്ലം. ഇതെൻ്റെ പ്രോബ്ലം അല്ല, ഫോണിൻ്റെ പ്രോബ്ലം ഇല്ല. ഫോണിൻ്റെ എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ പ്രോബ്ലമാണ് ഗൈസ്. അത് സൗണ്ട് ഞെക്കിയിട്ടു എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല, പക്ഷെ ഫോണിൽ വെക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അത് മറിമായാണ് ഗൈസ്. രാവിലെ തന്നെയാണ് നമുക്ക് എന്നാൽ വേഗം ആ ചെയറും കൂടി അങ്ങ് വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് എന്നോട് പറയാനുണ്ട്. നമുക്ക് വേഗം ഈ ചെയർ എടുക്കാം. ചെയർ എടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് വെച്ച് തുടങ്ങാം. ലാസ്റ്റ് ബെഞ്ച്, നിങ്ങൾ ലാസ്റ്റ് ബെഞ്ചറാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. 3 വെച്ച് തുടങ്ങാം. നിങ്ങൾ ഗേളിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത് കുടിയത് കമൻറ്റ്. ഇത് കിട്ടില്ലാവട്ടെ നമ്മളെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്ലാഗ് അല്ല ഗൈസ്, ഇത് ചേറാണ് ഗൈസ്. ആരൊക്കെ വിശ്വസിക്കുക പറഞ്ഞാൽ? നിങ്ങൾ എപ്പം സ്കൂളിൽ പോകുമ്പോൾ ലേറ്റ് ആയിക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ കുറേ അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കിട്ടീനെന്ന് പറഞ്ഞിട്ട്. ഗൈസ്, ഇത്രയും ബെഞ്ച് വെച്ചപ്പോഴത്തേക്ക് ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. അവിടെ ഇപ്പറാടാ ക്ലാസ് റൂമിന് ഇങ്ങനെയില്ലേ വെക്കണ്ടേ. നമുക്കൊന്നും കൂടി വെച്ചിട്ട് പോവാ, വീഡിയോ ഉണ്ടാക്കാം. കുറച്ച് ലോങ് ആയി, 48 23 ആയി. ഇപ്പം ആവാനായി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും 2 കൂടി വെച്ചിട്ട് പോവാം. ഒന്നും കൂടി വെച്ച് ലാസ്റ്റ് ലൈസ് കോളേജ് ഇത്രയും ബെഞ്ച്. ഓക്കെ, നമ്മൾ നേരെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ബോർഡ് വെക്കണം. ബോർഡ് നിങ്ങൾക്ക് ഏത് കളറാണ്, നിങ്ങളെ കുട്ടിയാണെങ്കിൽ നിങ്ങൾ പറയണം. എന്താ വെച്ചാൽ നിങ്ങളെ സ്കൂളത്തെ ബോർഡിൻ്റെ കളർ എന്താണെന്ന് പറയുക. അപ്പോൾ എൻ്റെ സ്കൂളത്തെ ബോർഡിൻ്റെ കളറും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇറ്റ്സ് ഗ്രേ കളർ ഗൈസ്, ഗ്രേ.
ഓക്കെ, നിങ്ങളെ സ്കൂളത്തെയും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് നിങ്ങളെല്ലാം അറിയണം ഗൈസ്. സീക്രട്ട് ഫുള്ള് ഞാൻ അറിയട്ടെ. ഓക്കെ, ഇത്രയും മണ്ണുള്ളൊരു ബോർഡാണ് എൻ്റെ ക്ലാസ്സിലും കാര്യം. നിങ്ങളെ ക്ലാസ്സിൽ ഇതിനെക്കാട്ടും മണ്ണുണ്ടാകും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഒരാളും കാര്യമുള്ളൂ എന്നോട് ചോദിച്ചാണ് ഞാൻ എത്രാം ക്ലാസ്സിലാണെന്ന്. ഐ എം 4th ക്ലാസ്. ഞാൻ 3 അല്ല 4. ഓക്കെ, ഇത്രയും മണ്ണുള്ളൊരു ബോർഡാണ് ഞാൻ വെച്ചത്. നമ്മൾ ബ്ലോക്ക് പൊട്ടിച്ച ഈ സാധനം നമ്മൾ അയക്കുന്നു ഗൈസ്. ഡൺ ഗൈസ്, ഫൈനലി നമ്മളൊരു കൂളും കൂടി പണിതു. ഞാൻ എന്തായാലും ഗൈസ് ഞാൻ ചെയറെടുത്ത് കാട്ടിക്കളഞ്ഞു ഗൈസ്. അവിടെ ദേഷ്യം കയറി വരുന്നുണ്ട്. ഞാൻ സ്കൂളിൽ ഫുള്ള് ലാസ്റ്റും കാര്യങ്ങളും ഞാൻ പണിയാൻ വെക്കുന്ന ബിൽഡിൻ്റെ എല്ലാം പെൻഡിങ് ആണ് ഗൈസ്. എൻ്റെ പ്ലാൻ വരുന്ന ബിൽഡിങ് ഒന്നും നടക്കുന്നില്ല. അതൊക്കെ നടത്തണം ഗൈസ് നിങ്ങൾ. ഞാൻ എപ്പോഴും ലാസ്റ്റ് ബെഞ്ചായിരുന്നു പണ്ട് 2ാം ക്ലാസ്സിൽ ഗൈസ്. 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ ഈ ബെഞ്ചിലായിരിക്കും. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചളിയൻ അവിടെയാണുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ബെഞ്ചിലായിരിക്കും. നല്ല കാര്യം. ഡോറും കൂടി വെച്ചിട്ട് നമ്മൾ ഇതും കൂടെ പണിത് കഴിഞ്ഞു. ഇനി ഇവിടെ ഇത് വെച്ചിട്ട് നമുക്ക് ഡോറും കൂടി വെച്ചിട്ട് പോവാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ പറയാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇനി നമ്മൾ കിട്ടുകാഴ്ച വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ ദ വാച്ചിങ് ഗൈസ്.